നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. തച്ചു, തകർത്തു, വലിച്ചു, കീറി, ഭിത്തിയിലൊട്ടിച്ചു. ഇതൊക്കെയാണ് കാഴ്ച, കാണേണ്ട കാഴ്ച. ബൂംബ്രക്കൊക്കെ കിട്ടിയ കിട്ടൽ. വല്ലാത്തൊരു കിടിലൻ ചേസ്. മുംബൈ ഇന്ത്യൻസിനെ തീർത്ത് കളഞ്ഞു. തച്ച് തകർത്ത് തരിപ്പടമാക്കി ഇതാ അടിച്ചു വാരി മൂലക്കിട്ടിരിക്കുന്നു. എന്ത് മുംബൈ ഇന്ത്യൻസ്! ട്രാവിസ് ഹെഡും അതുപോലെ ഹെൻറിക് ക്ലാസനും വല്ലാത്തൊരു ഇന്നിങ്സാണ് കേട്ടോ. ട്രാവിസ് ഹെഡിൻ്റെത് പിന്നെ ഒരു എഡ്ജൊക്കെ ഉണ്ടായിരുന്നു, അത് റിവ്യൂവിനൊന്നും പോയില്ല. പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ചാൻസസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അദ്ദേഹം അടിച്ചാണ്. ക്ലാസിൻ്റെ ഇന്നിങ്സോ എന്തൊരു അതോറിറ്റേറ്റീവായിട്ടാണ് അദ്ദേഹം കളിച്ചത്. വാട്ട് ആൻ ഇന്നിങ്സ്! ക്ലാസ് പ്ലെയറാണേ. T20 അദ്ദേഹം അടക്കി ഭരിക്കുകയാണ്. അഭിഷേകും കിടിലൻ തുടക്കമിട്ടു. ഇടയ്ക്ക് 2-3 വിക്കറ്റൊക്കെ എടുത്ത് ഗസൻഫറിൻ്റെ ആ ചാടിക്കളിയൊക്കെ നമ്മൾ കണ്ടു. പിന്നെന്ത്, ഒന്നുമില്ലെന്നേ. മനോഹരമായിട്ട് സുന്ദരമായിട്ട് സെലിൽ അറോറ കൂടി അടിച്ചിട്ട് അങ്ങ് തീർത്തു കൊടുത്തു. മുംബൈ ഇന്ത്യൻസിനെ അക്ഷരാർത്ഥത്തിൽ തീർത്തിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 243 റൺസ് അടിച്ചിരുന്നെങ്കിൽ അനായാസം 18.4 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യത്തിലേക്ക് എത്തി. SRH 8 പന്തുകൾ ശേഷിക്കെ 6 വിക്കറ്റിൻ്റെ വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. മുംബൈയുടെ ഇന്നിങ്സ് നമ്മൾ വിശദമായിട്ട് ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്കോർ കാർഡ് നോക്കി പോകാം. വിൽ ജാക്സും റിയാൻ റിക്കിൾട്ടനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികച്ച തുടക്കം ഇട്ടുകൊടുത്തു. 8ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ വിൽ ജാക്സ് പോകുമ്പോഴേക്കും 93 റൺസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ്. 22 പന്തിൽ 5 4 3 6 അടക്കം അദ്ദേഹം 46 റൺസാണ് അടിച്ചത്. റിക്കിൾട്ടൺ അതിമനോഹരമായ ഫോമിലായിരുന്നു. 10 4 8 6 അടക്കം 123 റൺസ് അടിച്ചിട്ട് അദ്ദേഹം പുറത്താകുന്നു. സൂര്യകുമാർ യാദവ് വീണ്ടും നിരാശപ്പെടുത്തി. 5 പന്ത് 5 റൺസ്. നമാന്തിർ 17 പന്ത് 22 റൺസ്. ഹാർദിക് പാണ്ഡ്യ 2 4 2 6 അടക്കം 15 പന്തിൽ നിന്ന് 31 റൺസ് അടിച്ച് ഭേദപ്പെട്ടൊരു പ്രകടനം ഈ കളിയിലെങ്കിലും നടത്തിയിട്ടുണ്ട്. തിലക് വർമ്മ 7 റൺസ്. ഏതായാലും കിടിലൻ മറുപടിയാണ് SRHൻ്റെ ബാറ്റിങ്ങിൽ നമ്മൾ കണ്ടത്. അഭിഷേകും ട്രാവിസ് ഹെഡും ചേർന്നുകൊണ്ട് വെടിക്കെട്ട് തുടക്കം. ബോൾട്ടിനും കിട്ടി, ബൂംബ്രക്കും കിട്ടി. അതിനിടയ്ക്ക് വിൽ ജാക്സിനെ എറിയാൻ കൊണ്ടുവന്നു, അവനെ അടിച്ചങ്ങ് പറത്തി. ഒടുവിൽ 9ാമത്തെ ഓവറിലാണ് അഭിഷേക് ശർമ്മ മടങ്ങുന്നത്. അപ്പോഴേക്കും സ്കോർ ബോർഡിൽ 129 റൺസായിരുന്നു. ഗസൻഫറുടെ പന്തിൽ ഒരു മിസ് ഹിറ്റ് കുത്തനെ ഉയർന്നത് ക്യാച്ചായി. 24 പന്തുകളിൽ നിന്ന് 45 റൺസാണ് അഭിഷേക് അടിച്ചിട്ടുണ്ടായിരുന്നത്. ട്രാവിസ് ഹെഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരു എഡ്ജൊക്കെ ഉണ്ടായിരുന്നു, അത് അപ്പീലൊന്നും ചെയ്യാതെ റിവ്യൂ ഒന്നും ചെയ്യാതെ രക്ഷപ്പെട്ടു പോയതാണ്. പിന്നെ കുറച്ച് ടഫ് ചാൻസുകളും ഉണ്ടായിരുന്നു. ഏതായാലും 30 പന്തുകളിൽ 4 4 8 6 അടിച്ച് അദ്ദേഹം 76 റൺസാണ് അടിച്ചത്. ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ വിൽ ജാക്സ് പിടിച്ച പുറത്തായത്. പക്ഷേ അതിനു മുമ്പ് ഇഷാൻ കിഷൻ, അതായത് അഭിഷേക് പുറത്തായതിൻ്റെ തൊട്ടടുത്ത പന്തിൽ ഇഷാൻ കിഷറിനെ ഗസൻഫർ ബൗൾഡാക്കിയിരുന്നു. ബൗൾഡാക്കുക എന്ന് പറഞ്ഞാൽ പ്ലേഡ് ഓൺ ആയതാണ്. പിന്നെ ഒരു ഹാട്രിക് ബോളൊക്കെ എറിഞ്ഞു, അത് കിട്ടിയിട്ടില്ല. ഹെൻറിക് ക്ലാസനും ട്രാവിസ് ഹെഡും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നതിനിടക്കാണ് ട്രാവിസ് ഹെഡ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ തുടരെ 3 വിക്കറ്റുകൾ 129-0 എന്ന നിലയിൽ നിന്ന് 133-3 എന്ന രൂപത്തിലേക്ക് എത്തി. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഹെൻറിക് ക്ലാസിന് സഹായത്തിന് നിന്നത്. എന്ന് പറഞ്ഞാൽ സഹായത്തിന് നിന്നത് തന്നെ പറയണം, ആ രൂപത്തിലാണ്. അതായത് നിതീഷ് കുമാർ റെഡ്ഡി കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി. ഹെൻറിക് ക്ലാസൻ കളി ജയിപ്പിക്കാൻ പോവുകയാണ്, അത്തരത്തിലുള്ള മൂഡിലാണ്, അത്തരത്തിൽ മനോഹരമായിട്ടാണ് കളിക്കുന്നത്. കിട്ടാവുന്ന ഘട്ടത്തിലൊക്കെ ഇമ്മീഡിയറ്റ്ലി സ്ട്രൈക്ക് അദ്ദേഹം കൈമാറി. അദ്ദേഹം ആ അർത്ഥത്തിൽ മികച്ച ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 17 പന്തിൽ നിന്ന് 3 4 സഹായത്തോടെ 21 റൺസാണ് അദ്ദേഹം അടിച്ചത്. അങ്ങനെ അദ്ദേഹം പുറത്താകുന്നത് സ്കോർ ബോർഡിൽ 213 റൺസ് ഉള്ളപ്പോഴാണ്. പിന്നെ വന്നിട്ട് സെലിൽ അറോറയുടെ ഒരു മിന്നലാണ്. 10 പന്തിൽ നിന്ന് 2 4 3 6 അടക്കം 30 റൺസ് അടിച്ചിട്ട് അവൻ പുറത്താകുന്നു. ക്ലാസനല്ലേ മാസ്! 30 പന്തുകൾ 7 4 4 6 അടക്കം 216.67 സ്ട്രൈക്ക് റേറ്റിൽ 65 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നു. അദ്ദേഹം റൺസ് അടിച്ച രീതി, ആ ഇന്നിങ്സിൻ്റെ ഒരു ആധികാരികത, അതോറിറ്റേറ്റീവ്നെസ് ഒക്കെ എടുത്തു പറയണം. പൊള്ളിച്ചെടുക്കുകയാണ് SRH. നോക്കുക, ബൂംബ്രക്ക് കിട്ടിയ കിട്ടൽ 4 ഓവറിൽ 54 റൺസ്, നോ വിക്കറ്റ്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടാ? ബൂംബ്രക്കാണ് ഏറ്റവും കൂടുതൽ റണ്ണ് കൊടുത്തത്. ട്രെന്റ് ബോൾട്ട് 4 ഓവർ 41 റൺസിന് 1 വിക്കറ്റ്. പിന്നെ ഗസൻഫർക്ക് 2 വിക്കറ്റ് കിട്ടി, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ 4 ഓവറിൽ 51 റൺസ് അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അശ്വിനി കുമാർ 2 ഓവർ എറിഞ്ഞ് 41 റൺസ് കിട്ടി. തമ്മിൽ ഭേദം എന്ന് പറയാവുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കണം. 3.4 ഓവറിൽ 39 റൺസിന് 1 വിക്കറ്റ്. ഏതായാലും
മുംബൈയുടെ ഒരു അവസ്ഥ കാണുമ്പോഴാണ് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇപ്പോൾ 8 കളിയിൽ 4 പോയിൻ്റ്, അവർ 9ാം സ്ഥാനത്ത് നിൽക്കുന്നു. SRH ഇതാ കുതിച്ചുയരുന്ന ഒരു കാഴ്ച. 9 കളികളിൽ നിന്ന് അവർക്ക് 12 പോയിൻ്റ് ഉണ്ട്. 3ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം.